അമ്മയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാം? ഈ ഒരു കെട്ടകാലത്ത് ഈ ഒരു ചോദ്യത്തിന് വലിയ പ്രസക്തിയുണ്ട്. പ്രത്യേകിച്ച് വലിയ രീതിയിലേക്ക് വളരുന്ന ഒരു കാലം. കൊച്ചിയിൽ അമ്മയ്ക്ക് കാണാൻ വേണ്ടി പൂന്തോട്ടമൊരുക്കിയ 4 മക്കളുടെ കഥയുണ്ട്. എനിക്ക് പിന്നിൽ ഈ കാണുന്ന സൂര്യകാന്തി പാടം ഏതാണ്ട് 50 സെൻറ്റിന് മുകളിൽ കൃഷി ചെയ്തതാണ്. വലിയ സാമ്പത്തിക ശേഷിയില്ലാത്ത കൃഷി എന്നാൽ ഉപജീവന മാർഗമാക്കുന്ന ഒരു കുടുംബം. കാക്കനാട് കൊല്ലംപറമ്പിലുള്ള ഈ കുടുംബം അമ്മയ്ക്ക് വേണ്ടിയാണ് ഈ മക്കൾ ഈ ഒരു സൂര്യകാന്തി അത്രയും വിരിയിച്ചിരിക്കുന്നത്. സാമ്പത്തികമായ ഒരു ലാഭവും അവർ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഇത് വിൽക്കുകയോ മറ്റ് രീതിയിൽ ഉപയോഗിക്കുകയോ വാണിജ്യപരമായി ഉപയോഗിക്കുകയോ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കുന്നില്ല. അമ്മയ്ക്ക് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നൊരു സൂര്യകാന്തി പാടം വേണം, അത് കാണണമെന്ന് തോന്നിയപ്പോൾ അവശതകളിൽ അമ്മയെ അത് കൊണ്ടുപോയി കാണിക്കാൻ കഴിയാത്തതുകൊണ്ട് കൃഷി ആണ് ഇവരുടെ ഒരു അടിസ്ഥാനമായൊരു ഉപജീവന മാർഗം. അപ്പോൾ തീരുമാനിച്ചതാണ് 4 മക്കളും ചേർന്നുകൊണ്ട് ഇങ്ങനെ കൃഷി ചെയ്തുകൊണ്ട് അമ്മയ്ക്ക് കാണാം, ഒപ്പം തൊട്ടടുത്ത എല്ലാവർക്കും കുട്ടികളും എല്ലാവരും പൂക്കളേക്കാൾ മനോഹരമായി സുന്ദരമായി ഈ പാടം നോക്കി ചിരിക്കുമ്പോൾ വലിയ സന്തോഷമാണ് ഇവർക്കുള്ളത്. നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. അമ്മ, കുട്ടികൾ പറഞ്ഞേ അമ്മയ്ക്ക് കാണണം എന്നുള്ള വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ പൂക്കൾ അത്രയും വിരിഞ്ഞു നിൽക്കുക, സന്തോഷം അല്ലേ? സന്തോഷം. ആളുകൾ വന്ന് കാണുന്നുണ്ടോ? അമ്മയോടും പറയുന്നുണ്ടോ ഇതെല്ലാം? എന്നോട് പറയാറുണ്ട്. ഇത്രയും ഭംഗിയുള്ള പൂക്കള് അത് ഇതിനു മുമ്പ് ഇതിവിടെ കൃഷി ചെയ്തിട്ടില്ല അല്ലേ? ഇതിനു മുമ്പ് ജമന്തിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ സൂര്യകാന്തി ആദ്യമായിട്ടാണ് അല്ലേ? എന്തായാലും ഇവിടെ 4 മക്കളിൽ 3 പേരുണ്ട്. അതിൽ വിജയനാണ് കൃഷിക്ക് കൂടുതലായും മുൻതേ ഇത് നൽകിക്കൊണ്ട് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇങ്ങനൊരു ആഗ്രഹം അമ്മ പറഞ്ഞപ്പോൾ എന്താണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നെടുത്തൊരു തീരുമാനമായിരുന്നു? അതെ, എല്ലാവരും കൂടി, ഞങ്ങൾ കുടുംബം, ചേട്ടത്തിമാർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ തീരുമാനം എടുത്തത്. എന്താണ് ചെയ്തു തുടങ്ങിയത്? ആദ്യം ഞങ്ങൾ വിത്ത് വാങ്ങിച്ചിട്ട് മുളപ്പിച്ച് നോക്കി. പക്ഷേ അത് ക്ലിയർ ആയില്ല. രണ്ടാമത് തൈ വാങ്ങിച്ച്. തൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2000 തൈ വാങ്ങിച്ചതാണ്. പോയി ഒരു തൈക്ക് 3 രൂപ നിരക്കിൽ വാങ്ങിച്ചതാണ്. പിന്നെ ഇത് നട്ട് 45-50 ദിവസമായപ്പോഴത്തേക്കും ഫ്ലവറായി. ഇപ്പം അത് പൂവുണ്ടായിട്ട് തന്നെ ഇപ്പോൾ 2 ആഴ്ചയായി. ഇപ്പോൾ വിത്തായി കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത് വെയിറ്റ് കൊണ്ട് താന്ന് കിടക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പേര് ഒന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് ആണ് ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. ഒരുപാട് പ്രായമുള്ളവർ വന്ന് കാണുന്നുണ്ട്, കുട്ടികൾ കാണുന്നുണ്ട്, വൃദ്ധസദനത്തിലുള്ളവർ വന്ന് കാണുന്നുണ്ട്, പാലിയേറ്റീവ് കെയറിൻ്റെ ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. നേരത്തെ സംസാരിച്ച പറഞ്ഞു കുട്ടികളൊക്കെ വന്ന് കണ്ടുപോകുമ്പോൾ അവർക്ക് ഒരു തൈ നടണം, ചെടി നടണം, പൂ വിരിയണം അങ്ങനെയൊക്കെ തോന്നി അവർ പറയാറുണ്ടോ? എന്തൊക്കെയാണ് മിക്കവാറും ചോദിക്കാറുണ്ട്, ഇതിൻ്റെ തൈ കിട്ടുമോ, വിത്ത് കിട്ടുമോ? അപ്പോൾ കുറച്ച് ഞങ്ങളതിലുള്ള കുറച്ച് വിത്തുകൾ ഞങ്ങൾ മിക്കവാർക്കും ചോദിക്കുന്നവർക്ക് കൊടുത്തു വരുന്നുണ്ട്. എന്നാൽ കൊണ്ടുപോയി നടാനായിട്ട് അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് നടണമെന്ന് പറഞ്ഞു. അപ്പോൾ തൈ കിട്ടുമെന്ന് വെച്ചാൽ തൈ ഇപ്പോൾ നമ്മുടെ കയ്യിൽ നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള വിത്ത് നല്ല വിത്ത് കുറച്ച് വരുത്തിയിട്ടുണ്ടായി. അത് വന്നാൽ ചോദിക്കുന്നവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരുകൊണ്ട് നട്ട് ഇട്ട് പറയാമെന്ന് പറഞ്ഞു. ഓണക്കാലത്ത് ജമന്തിയൊക്കെ നമ്മൾ ഒരുപാട് കൃഷി ചെയ്താൽ ഇവിടെ, അതുകൊണ്ട് തന്നെ ഒരു മേൽവിലാസമുണ്ട് ഇവിടെ, പൂക്കളുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആളുകൾ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുമോ കൃഷിയൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഞങ്ങളുടെ അടുത്ത പരിപാടി എന്താ അറിയാനാണ് ആൾക്കാർക്ക് ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്. അല്ലാതെ ഞങ്ങളിപ്പോൾ കൃഷി അല്ലാണ്ട് തന്നെ എപ്പോഴും ഉള്ളതാണ്, പച്ചക്കറി കൃഷി, വാഴക്കൃഷി എല്ലാം ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് ആൾക്കാർ വാങ്ങാനും കോഴിയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു മുട്ട വാങ്ങാനും പച്ചക്കറി വാങ്ങാനൊക്കെ സ്ഥിരം വന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള ആൾക്കാർക്ക് ആണ് ഇത് ഒരു ഇതായിട്ട് സന്തോഷമായിട്ട് വന്നത്. ഇതിൽ ഇവിടെ എങ്ങനെ ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇതിൻ്റെ ഒപ്പം കൂടുകയാണോ? ഞാൻ ഓട്ടോ ഓടിക്കുകയാണ് ടി സെൻറ്ററിൻ്റെ അടുത്ത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള സമയത്ത് ഇവിടെ സഹായിക്കും. പിന്നെ അല്ലാത്ത ഞായറാഴ്ച പോകാറില്ല. ഞായറാഴ്ച കൃഷി ആയിട്ട് സഹകരിച്ചു പോകും. വീട്ടുകാർക്കൊക്കെ സന്തോഷം തന്നെയാണ് ഈ ഒരു? വീട്ടുകാർക്കൊക്കെ സന്തോഷമാണ്. എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇത് സഹായിക്കാനും. ഇല്ലാതെ ഇവിടെ ഈ കാക്കനാട് തുതിയൂർ എന്ന് പറയുന്നത് ഇൻഫോ പാർക്കിനോടും വലിയ രീതിയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു സ്ഥലമുള്ളത്.
വലിയ വിലമതിക്കുന്ന ഒരു സ്ഥലം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിച്ചിട്ടില്ല, കൃഷിക്ക് വേണ്ടി തന്നെ ഇത് ഉപയോഗപ്പെടുത്തുക എന്ന് തന്നെയാണ്. അത് ഞങ്ങളുടെ സ്ഥലം കാണാൻ നേരത്ത് മിക്കവരും ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് അത് വല്ല ബിൽഡിങ് പണിതിട്ട് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു വരുമാനം കിട്ടില്ലെന്ന്. പക്ഷെ പരമാവധി നമുക്ക് അതിനോട് താല്പര്യമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ ഈ നാട് തന്നെ തൃക്കാക്കര എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയപ്പെടുന്നത് ഫ്ലാറ്റുകളും മറ്റ് ഈ IT പാർക്കിൻ്റെ ഹൃദയ ഭാഗമാണല്ലോ ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ പരമാവധി പച്ചപ്പ് നിലനിർത്തണമെന്നുള്ള ആഗ്രഹത്തിലാണ് കൃഷി തന്നെ തുടർന്നുകൊണ്ട് പോകുന്നത്. 15 വർഷമായി ഞാൻ കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്നത്. കളക്ട്രേറ്റ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇതിൽ പലരും വന്ന് നോക്കുമ്പോഴേക്കും കാണുമ്പോൾ ഇനിയിപ്പോൾ ഇതെന്ത് ചെയ്യും എന്നൊരു ചോദ്യം ന്യായമായും വരും. അങ്ങനെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു നഷ്ടമെന്ന രീതിയിലേക്ക് വരില്ലേ? അപ്പോൾ ഇത് തുടക്കം തന്നെ നഷ്ടമാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തകളില്ല. നഷ്ടത്തിലാണെന്ന് അത് നമ്മൾ മുതൽ മുടക്കുണ്ടെന്നുള്ളതും തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൃഷി തുടങ്ങിയത്. പിന്നെ ഒരുപാട് ആൾക്കാർ വന്ന് കണ്ട് അവർ നല്ല അഭിപ്രായം, അവരുടെ ആ ഫോട്ടോ എടുക്കലും മറ്റ് കാണാൻ നേരത്ത് അവരെ സന്തോഷമാണ് ഞങ്ങളുടെ ഒരു സമ്പാദ്യം. ആരെങ്കിലും ഇപ്പോൾ പാലക്കാട് പോലുള്ള സ്ഥലങ്ങളിലെല്ലാം ഇത്തരം കമ്പനികളൊക്കെ ഉണ്ട്, ആരെങ്കിലും ഒരു അന്വേഷണം നടത്തുമോ? അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ? ഒരു സഹായം എന്ന രീതിയിലെങ്കിലും അതങ്ങനെ അന്വേഷിച്ച് ഞങ്ങളോട് ഒരു പ്രതീക്ഷയുണ്ട്. ഇപ്പോൾ മീഡിയയിൽ കൂടെ ഇപ്പോൾ നമ്മുടെ ന്യൂസ് 18 ചാനലിലൂടെ ഒക്കെ കണ്ട് എല്ലാവരും അങ്ങനെ ഒന്ന് ഒരു സഹായിച്ച കൊള്ളായിരുന്നു. അതെ. ഈ വിത്ത് എങ്ങനെയാണ് ചെയ്യേണ്ട, എന്ത് കളക്ട് ചെയ്ത് എന്താണ് ചെയ്യേണ്ട, ഓയിലാക്കാൻ സഹായിക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെന്ന സന്തോഷമായിരുന്നു. ഇപ്പോൾ അമ്മയുടെ ഒരു സന്തോഷം നാട്ടുകാരുടെ മൊത്തം സന്തോഷമായി മാറുന്നതിൽ വലിയ ആഹ്ലാദമുണ്ട്. തീർച്ചയായിട്ടും അതെ. നാട്ടിൽ വെച്ച് നമ്മുടെ നാടിന് തൃക്കാക്കര ഉൾപ്പെടെ ഈ തൃക്കാക്കരയിൽ നിന്നും ഈ മറ്റേ ജില്ലക്ക് വെളിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വന്ന് കണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞ് വലിയ സന്തോഷത്തിലാണ് അവർ പറഞ്ഞത്. അതാണ് ഞാൻ പറഞ്ഞില്ലേ, അത് വലിയ ഇതുണ്ട്, അഭിമാനമുണ്ട്. ഞങ്ങളുടെ നാടിനെ അറിയപ്പെട്ട്, ഞങ്ങളെ അറിയപ്പെട്ട്, തൃക്കാക്കരേനെ അറിയപ്പെട്ട്, തൃക്കാക്കരയൊക്കെ അറിയപ്പെടും എന്നാലും ഈ സ്ഥലത്തേക്ക് ഇങ്ങനത്തെ കൃഷി ഇവിടേക്ക് ഇത് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ അറിയപ്പെട്ടതിൽ സന്തോഷമുണ്ട്. എന്തായാലും ഈ ഒരു കുടുംബത്തിൻ്റെ ഒരു സന്തോഷം വലുതാണ്. അത് അമ്മ ഈ പൂക്കൾ നോക്കിയിരിക്കുന്നു, അതിനേക്കാളപ്പുറം ഈ നാട്ടുകാർ മൊത്തമായിട്ട് തന്നെ ഇവിടേക്ക് കാണാനായിട്ട്, ഇതെല്ലാം കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തുന്നു. അതിൻ്റെ ഒരു സന്തോഷങ്ങൾ വലുതാണ്. ഒപ്പം തന്നെയും അഭിമാനിക്കാം. കാരണം വലിയ രീതിയിലുള്ളൊരു വികസന പദ്ധതികൾ വരുന്ന ഒരു ഭാഗത്ത് അതിൽ ഈ സ്ഥലം അതിൽ പ്രധാനമായ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആകുന്നെങ്കിൽ കൂടിയും അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് കൃഷി അതൊരു വലിയ രക്ഷ തന്നെയാണെന്ന് അടുത്ത തലമുറയിലേക്ക് സന്ദേശം പകരുന്ന 4 സഹോദരങ്ങൾ, അവരുടെ അമ്മ, അതെല്ലാം ഒരു വലിയ സന്ദേശം തന്നെയാണ് തലമുറയ്ക്ക് നൽകുന്നത്. ഇങ്ങനെയും ഒരു നാടുണ്ട്, ഇങ്ങനെയും കുറേ വീട്ടുകാരുമുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18.